നമസ്കാരം, എന്തൊക്കെയുണ്ട്? വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ക്യാപ്ഷനിൽ കണ്ട പോലെ ഒരു ഇലക്ട്രിക് റൈസ് കുക്കർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ആദ്യം വേവിച്ച് തുടങ്ങിയപ്പോൾ അതിനകത്ത് ലീഫ്ലെറ്റും പ്രോസ്പെക്ടസ് അല്ല, ലീഫ്ലെറ്റ് എന്നല്ല പറയാം, ലീഫ്ലെറ്റ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ചെയ്തിട്ട് ഞാൻ കുറേ വെട്ടിത്തരം പൊട്ടത്തരമൊക്കെ ചെയ്തു പോയി. ഞാൻ ചെയ്യണ പോലെ ആരും ചെയ്യില്ലായിരിക്കും. ഒരാഴ്ച ഞാൻ ആ വെട്ടിത്തരം പൊട്ടത്തരമൊക്കെ ചെയ്ത് വെള്ളം കുറേ തിളച്ച് പുറത്തേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും ഈ എന്താ പറയുക കുക്കറിൻ്റെ ഈ റൈസ് കുക്കർ ഇലക്ട്രിക് റൈസ് കുക്കറിൽ വെക്കണതിൻ്റെ വീഡിയോസൊന്നും അധികം കണ്ടില്ല. അപ്പോൾ പിള്ളേർ പറഞ്ഞിരുന്നു, അമ്മ ഈ ചെയ്യുന്നത് റോങ് വേ ആണെന്നാ തോന്നുന്നത്, വേറെ മെത്തേഡ് ഉണ്ടാവും, നമ്മൾ അവിടെ പോയി ചോദിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചില്ല. പക്ഷെ എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റി ഈ റൈസ് ഉണ്ടാക്കണതിൻ്റെ. ജയ റൈസൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് സാധാരണ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ പാത്രത്തിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്, വേവില്ലല്ലോ. പിന്നെ കുക്കറിൽ ആക്കുമ്പോൾ ഞാൻ എപ്പോഴും കുക്കറിൽ അടിക്കുക ചെയ്യാറ്. പക്ഷേ ഒരു 5 കിലോ ഞങ്ങൾക്ക് അത്യാവശ്യം നന്നായി ചോറുണ്ണവരെല്ലാവരും. അപ്പോൾ ഒരു 5 കിലോൻ്റെ 6 കിലോൻ്റെ ഒരു കുക്കറിലാണ്, റൈസ് കുക്കറിൽ, സാധാരണ കുക്കറിൽ ഞാൻ അരി ഉണ്ടാക്കുക ചെയ്യാറ്. പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഗ്യാസ്കറ്റ് പോവും. എന്നുവെച്ചാൽ അതിനകത്തൊരു 5 കപ്പൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റ് പെട്ടെന്ന് കേടാവണം. അപ്പോൾ അങ്ങനെ കേടായി ഞാനിപ്പോൾ പ്രാവശ്യം കുറച്ച് നാൾ മുന്നേ നെസ്റ്റോൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഗ്യാസ്കറ്റ് വാങ്ങാൻ പോയപ്പം എൻ്റെ ഹോക്കിൻസിൻ്റെ ഗ്യാസ്കറ്റ് ഇപ്പോൾ വരുന്നില്ല, മാർക്കറ്റിൽ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, അപ്പോൾ എന്ത് ചെയ്യും, ഈ റൈസ് കുക്കർ അല്ലാതെ സാധാരണ കുക്കറല്ലാതെ വെറുതെ വേവിച്ചാൽ വേവണമില്ല. ജയ റൈസൊക്കെ എന്ന് പറഞ്ഞാൽ മട്ട റൈസോ ജയ റൈസൊക്കെ ആകുമ്പോൾ വേവണില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇലക്ട്രോണിക് റൈസ് കുക്കർ വാങ്ങും. അപ്പോൾ നമുക്ക് ജയ റൈസിൻ്റെയും അല്ല, സാധാ നോർമൽ ബസ്മതി റൈസിൻ്റെ ഉണ്ട്, അങ്ങനത്തെ പെട്ടെന്ന് വേവണ റൈസിൻ്റെ ഉണ്ട്, പിന്നെ ജയ റൈസിൻ്റെയും ഉണ്ട്. ജയ റൈസും പിന്നെ എന്താ പറയുക മട്ടയൊക്കെ ഉള്ള ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ആദ്യം അവർ 2 കിലോ 3 കിലോ ഒക്കെ കൊള്ളാവുന്ന ഒരു ഇത് കാണിച്ചു. അപ്പോൾ എനിക്ക് അത്രയും പോരാ, കുറച്ചും കൂടെയൊക്കെ വേണം. അപ്പോൾ പറഞ്ഞു ഒന്ന് 5 കപ്പ് 6 കപ്പൊക്കെ കൊള്ളാവുന്ന വലിയ തന്നെ, അത്യാവശ്യം വലുത് തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു. അപ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് മുകളിൽ ഒരു ഇതുണ്ട്, എന്താ പറയുക, ഇത് ഈ അരി ഇടുക, അതിൻ്റെ മീതെ ഒരു പാത്രം വെക്കണം. ആ പാത്രം വെച്ച് വേണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായി അതിൽ പാസ്തയോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസൊക്കെ ബോയിൽ ചെയ്യണമെങ്കിൽ ബോയിൽ ചെയ്യാം. ഈ ചൂടിലിരുന്നിട്ട് അത് ബോയിലാവും. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഈ കുക്കർ വാങ്ങിയിട്ട് അരി എടുത്തു, അരി കഴുകി അതിൻ്റെ ഒരു ടോപ്പ് ലെവലുണ്ട്, അത്രയും വെള്ളം വേണം എനിക്ക്, അത്രയും അരി വേണം. ആ ടോപ്പ് ലെവലിലൊരു വെള്ളമാക്കിയിട്ട് ഞാൻ ആ മീതത്തെ പാത്രം വെച്ചില്ല. അത് ഞാൻ ഓർത്ത് വല്ല എന്തെങ്കിലും സ്റ്റീം ചെയ്യണമെങ്കിൽ മാത്രമേ വെക്കേണ്ടൂ എന്ന് ഓർത്തിട്ട് അമീതത്തെ പാത്രം വെക്കാതെ ജസ്റ്റ് കുക്കർ ഇതിൽ വെച്ചിട്ട് അരി വെച്ച് തിളപ്പിച്ച് എടുത്തു. അപ്പോൾ നോക്കുമ്പോൾ ഒരാഴ്ച ഞാൻ അങ്ങനെ തന്നെയാണ്. ഈ തിളച്ച് അരി നല്ല പോലെ ബോയിൽ ചെയ്ത് വരുമ്പോൾ വെള്ളം തിളയ്ക്കുമ്പോൾ വെള്ളം ഇങ്ങനെ കയറി പോവുക, അതായത് വെള്ളം മുഴുവൻ പുറത്തേക്ക് ഇങ്ങനെ കഞ്ഞി വെള്ളം പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ മക്കൾ പറഞ്ഞു, അമ്മ ഇത് എന്തായാലും അമ്മ ചെയ്യുന്ന രീതി വേറെയാണ്, അത് ശരിയല്ല. അപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് ശരിയാവണില്ല. അതിലൊന്നും എനിക്ക് കറക്റ്റായിട്ടൊരു ഇത് പ്രോപ്പർ വേ കാണുന്നില്ല. പിന്നെ ഞാൻ ഒരാഴ്ച ഇങ്ങനെ പറഞ്ഞു, ഇതായിരിക്കും ഇതിൻ്റെ രീതി, അല്ലെങ്കിൽ ഞാൻ തിരിച്ചവർക്ക് അതിൻ്റെ വാറണ്ടി കാർഡൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ എനിക്കിത് വേണ്ട, വേറെ എന്തെങ്കിലും വാങ്ങാം എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് ഞാൻ പ്രോസ്പെക്ടസിൽ നോക്കുമ്പോഴും എനിക്ക് അതിൻ്റെ മീതത്തെ വെക്കണം എന്നുള്ളത് എനിക്കൊരു ക്ലിക്കായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരാഴ്ച ഇങ്ങനെ ചെയ്ത് വെള്ളമൊക്കെ തിളച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എന്നാലും വേവണുണ്ട്, സംഗതി വേവണൊക്കെ ഉണ്ട്. 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും കേട്ടോ വേവാനായിട്ട്, പക്ഷെ എന്നാലും വേവണുണ്ട്. അങ്ങനെ നോക്കി പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഓർത്ത്, ഇതിൻ്റെ മീതെ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഈ സാധനം മീതെ ആ സ്റ്റീം ചെയ്യണ പാത്രം വെച്ചാൽ എങ്ങനെയുണ്ടാവും നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ ആ പാത്രം വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വെള്ളമൊന്നും പുറത്തേക്ക് പോകണില്ല, കറക്റ്റ് വെന്ത് വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനകത്ത് വെജിറ്റബിൾസും ഒപ്പം ഇരുന്ന് ബോയിലായിട്ട് സ്റ്റീമായി കിട്ടിക്കോളും. സ്റ്റീമാവണ എന്ത് സാധനങ്ങളും അതായിട്ട് കിട്ടും. ഈ 1 മണിക്കൂർ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ, 1.25 മണിക്കൂർ എടുക്കും. ഈ വലിയ വേവണ അരിയൊക്കെ ആണെങ്കിൽ നമ്മളത് സ്വിച്ച് ഓൺ ആക്കുക, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നല്ലൊരു ഇപ്പം എനിക്ക് നല്ല ക്ലിയറായി ഇഷ്ടമായി. ഇപ്പം ഞാൻ മട്ടരി വെച്ച് നോക്കി, ഇപ്പം മട്ടരിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കണേ. മറ്റേ റൈസും വെച്ച് നോക്കി. പിന്നെ ഒരു മണിക്ക് 1.25 മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ റെഡ് ലൈറ്റ് പോയിട്ട് ഗ്രീൻ ലൈറ്റ് ആവുമല്ലോ. ആ ഗ്രീൻ ലൈറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതൊന്ന് എടുത്ത് ആ റൈസ് ഫ്ലഫി ആവണ വരെ ഒന്ന് കീപ്പ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് എടുത്ത് നമ്മൾ ഇങ്ങനെ കാണിക്കുകയോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് അടിയിൽ നിന്ന് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കട്ട പിടിക്കലും ഉണ്ടാവില്ല. കട്ട പിടിക്കലല്ലെങ്കിലും ഇല്ല, എന്നാൽ അടിയിൽ മാത്രം ഇത്തിരി ഇങ്ങനെ ഒരു കട്ട പോലെ വരാൻ ചാൻസ് കുറേശ്ശെ. അതില്ലാണ്ടിരിക്കാൻ ഈ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ ഒന്ന് നന്നായിട്ടൊന്ന്
ഇളക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സെറ്റായി. പിന്നെ നമുക്കത് 12 മണിക്കൂർ വരെയും ഗ്രീൻ ലൈറ്റിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഗ്രീൻ ലൈറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞ് ഒരു 12 മണിക്കൂർ വരെ ചൂടിൽ ഇരിക്കും, വാമായിട്ടിരിക്കും. പക്ഷെ നമ്മൾ കുറേ അധികം നേരമൊക്കെ ഒരു 6-8 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. പിന്നെ ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ ചൂടുകാലമായ കാരണം കൊണ്ട് നമുക്കറിയില്ല എങ്ങനെയാണ് കേടാവില്ല. ഈ 12 മണിക്കൂറൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കേടാവുന്നില്ല. ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 6 മണിക്കൂറൊക്കെ വയ്ക്കും. അത് അപ്പോൾ പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ രാത്രിയാണ് വെക്കണത്, രാത്രിയിലത്തെ ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് 5 മണിക്ക് വേണമെങ്കിൽ രാത്രിയൊക്കെ ചൂടായിട്ടിരിക്കും. ഇല്ലെങ്കിൽ രാവിലെ പിള്ളേർ പോകുമ്പം ഒരു 5-6 മണിക്കൊക്കെ വെച്ച് വെച്ച് കാലത്ത് വെച്ച് ചോറ് വെച്ച് കഴിഞ്ഞാലും ഉച്ചയ്ക്കും നല്ല ചൂടിലിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാനത് സ്വിച്ച് ഓഫ് ചെയ്ത് പച്ച ലൈറ്റ് അത് മാറ്റി ഓഫാക്കി വെച്ച് ചൂടാറുമ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കും. അങ്ങനെയാണ് ഇപ്പം എൻ്റെ പരിപാടി. ഇപ്പം എനിക്കൊരു സമാധാനമായിട്ടുണ്ട്. അപ്പോൾ ഇതാകുമ്പോൾ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ്കറ്റ് മാറ്റേണ്ട കാര്യമില്ല. പിന്നെ അല്ലെങ്കിൽ കുക്കർ വേറെ വാങ്ങണം. അപ്പോൾ എനിക്ക് റൈസ് കുക്കർ എന്തുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഇതാണ് റൈസ് കുക്കർ. എത്ര ലിറ്ററിൻ്റെ നമുക്ക് 5 പേർക്ക് കറക്റ്റായിട്ട് കൊള്ളുന്ന ആൾ വെപ്പ് അറിയില്ല, നമുക്ക് നോക്കാം. എന്താ താഴേക്ക് വീണ്? ഇല്ലല്ലോ, അമ്മേരെ അടിച്ചത്. ഇത് നോക്കേ, ഇഡ്ഡലിയോ അല്ലെങ്കിൽ പാസ്തയോ ഒക്കെ വേവിക്കാം സെയിം ടൈമിൽ. ഓ, പിന്നെന്താണ് ഒരു നൂഡിൽസ് ഉണ്ടാക്കാം, പാസ്ത ഉണ്ടാക്കാം, ഇഡ്ഡലി ഉണ്ടാക്കാം. ഇത് സെപ്പറേറ്റ് പൊളിച്ച് അടിയിൽ വേവുമ്പോൾ അരി വേവുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ബോയിൽ ചെയ്യാം. ഇത് ഒരു കപ്പ് ഒരാൾക്ക്, ഈ ഒരു കപ്പ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് തികയുന്നതാണ് അരിയായിട്ട് ചോറായിട്ട് വരുമ്പോൾ. ഇതുപോലത്തെ 5 കപ്പ് ഇതിൽ കൊള്ളും. വെള്ളം 14 ലിറ്റർ അങ്ങനെ ഒഴിക്കുക. അതിൽ ഇത് നോക്കണം, ലീഫ്ലെറ്റ് ഉണ്ട് അതിനകത്ത്, എങ്ങനെയാണ് ഇത് വേണ്ടതെന്നുള്ളത്. പിന്നെ ഗ്യാസിൻ്റെ ഉപയോഗം തീരെ ഉണ്ടാവണില്ലല്ലോ. ഗ്യാസ് ഇപ്പോൾ ഭയങ്കര ചിലവല്ലേ ഗ്യാസ് വാങ്ങാനായിട്ട്. അപ്പോൾ ഇത് ഗ്യാസ് വേണ്ട ഇലക്ട്രിക് ആണല്ലോ. പിന്നെ 12 മണിക്കൂർ വരെ ചൂടായിരിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത്രമാത്രം നോക്കിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും നല്ലതാണ്. പിന്നെ ചൂടാക്കണ്ട, സ്ട്രെയിൻ ചെയ്തില്ല, നല്ല കാര്യം. ഇതിൽ വെക്കുക, തനിയെ ഓണാക്കുക. അത് പിന്നെ ഊറ്റലും പരിപാടിയൊക്കെ വിടാം. ലുക്കിംഗ് ഫോർവേഡ് ടു ദ പോസിറ്റീവ് റെസ്പോൺസ്. 2 years വാറണ്ടി ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് എന്തെങ്കിലും കേടായി കഴിഞ്ഞാൽ നമുക്കിത് 2 കൊല്ലത്തേക്ക് ചറവറ ഉപയോഗിക്കാം. നമ്മൾ ആദ്യം തന്നെ ഈ അരി കഴുകിയെടുക്കണം കേട്ടോ നല്ലപോലെ. അതിലുള്ള പാത്രം നമുക്കതിൽ കിട്ടിയതാണ് ആ പ്ലാസ്റ്റിക്കിൻ്റെ. പിന്നെ ഒരു സ്പാച്ചുല ഉണ്ടാവണം അതിനകത്ത്. എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ സ്പാച്ചുല ഉണ്ട്. ഇത് നന്നായി നമ്മൾ കഴുകിയെടുക്കണം. 5 ഇങ്ങനത്തെ ഒരു കപ്പിൽ 5 കപ്പ് വരെ കൊള്ളും. അപ്പോൾ ഞാൻ അത്രയും അത് പിന്നെ അതിലൊരു മാർക്കുണ്ട് ഈ 5 കപ്പിൽ എത്രയും വെള്ളം വേണം എന്നുള്ളത്. അപ്പോൾ ആ മാർക്കിൽ വരെ വെള്ളം വെച്ചിട്ട് നമ്മൾ ഗ്യാസ് ഇലക്ട്രിക്കിൻ്റെ ഇത് സ്വിച്ച് ഓണാക്കുക. അപ്പോൾ പച്ചയായിട്ടിരിക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ സ്വിച്ച് താഴേക്ക് ആക്കുമ്പോഴാണ് റെഡ്. എപ്പോഴാണ് അത് വർക്ക് ചെയ്യാൻ തുടങ്ങുക കേട്ടോ. ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ 1.25 മണിക്കൂറോളം ഇതിങ്ങനെ കത്തും. 1.25 മണിക്കൂറായപ്പം ഇത് റെഡ് ലൈറ്റ് മാറി ഗ്രീൻ ലൈറ്റായി, വാം ലൈറ്റായി. വാം ലൈറ്റ് ആകുമ്പോൾ ഒരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അടിയിലൊന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. വെള്ളമൊന്നും അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ ഞാനൊന്ന് ജസ്റ്റ് ഇതിന് വേണ്ടി അതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും വെക്കും, അതിനകത്ത് തന്നെ ചൂടാക്കാൻ വെക്കും. പിന്നെ അതിനൊപ്പം തന്നെ ഞാൻ വെജിറ്റബിൾസ്, പൊട്ടാറ്റോ, ക്യാരറ്റ് ഇതൊക്കെ മീതെ ഇട്ടിട്ട് അടിയിലൊരു ഫോയിൽ പേപ്പറോ അങ്ങനെ വെക്കണത് നല്ലതാണ്. അപ്പോൾ ചോറിലേക്ക് കളറാവില്ല. അത് നന്നായി കഴുകിയിട്ട് അത് മീതെ വെച്ചാൽ അത് വെന്ത് വന്നോളും. ഈ സമയം കൊണ്ട് അതും വെന്ത് വന്നോളും. അത് കഴിഞ്ഞൊരു 12 മണിക്കൂർ വരെ അങ്ങനെ ചൂടായിട്ടിരിക്കുന്ന പറഞ്ഞു. ഞാനിപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് 12 മണിക്കൂർ വെക്കണമെങ്കിൽ 6 മണിക്കൂർ ആകുമ്പോഴേക്കും ഓഫ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ്. പിന്നെന്താണ് എനിക്കിതിൽ 160 ദിറംസാണ് ആയത്. ഓഫർ പ്രൈസിൽ ഒരു സമയത്ത് ഉണ്ടായിരുന്നു ഇതിലും കുറവായിട്ട്. എനിക്ക് അത്ര ഓഫറൊന്നും കിട്ടിയില്ല. ആ സമയത്തല്ല ഞാനിത് വാങ്ങിയത്. അപ്പോൾ എനിക്ക് 160 ദിറംസാണ് ഇതിന് ആയത്. 160 എന്ന് പറയുമ്പോൾ നാട്ടിലൊരു 4500 അടുത്തൊക്കെ വരും. നാട്ടിൽ എത്രയാണ് വരാമെന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ 160-നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ജസ്റ്റ് 1 മാസം ആയി വാങ്ങിയിട്ട്. അപ്പോൾ വീഡിയോ കൊണ്ടല്ല ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇനി വിഡിത്തിറങ്ങുന്നതൊന്നും എന്നെ പോലെ പൊട്ടത്തരം ചെയ്യുന്നവർ കുറവായിരിക്കും. എന്നാലും അതിൽ പിന്നെ 900 വാട്ടാണ് അതിൻ്റെ. പിന്നെ 2.2 ലിറ്റർ ആണ് അതിൻ്റെ കപ്പാസിറ്റി. പിന്നെന്താണ് 2 ഇയർ വാറണ്ടി ഉണ്ട്. ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട് വെർത്താണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതായിട്ട് തോന്നി. കറണ്ട് ചാർജും എല്ലാം വലിയ കൂടുതലല്ല.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുള്ളായെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ, കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് ഇടാം. പിന്നെ ഞാൻ പാട്ടിൻ്റെ കഥകളും ഓർമ്മകളും ഒക്കെ കുറച്ച് നാളായിട്ട് അത് പറച്ചിലില്ല. അപ്പോൾ ഇനി അങ്ങനത്തെ കഥകൾ പറയാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കുക്കിംഗ് വീഡിയോസ് ഉണ്ടല്ലോ. പക്ഷേ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ ഞാൻ ഇടണമെങ്കിൽ ഇടാം. അങ്ങനത്തെ വീഡിയോസും ഇടുന്നത് നല്ല ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസും ഇടാം. പിന്നെ പാട്ടിൻ്റെ വീഡിയോസും പാട്ടിൻ്റെ ഓർമ്മകൾ, പണ്ടത്തെ ഓർമ്മകൾ, കുറേ കാര്യങ്ങൾ, സ്കൂളിൽ കലോത്സവത്തിന് പോയപ്പോൾ സോൺ, പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോഴുള്ള അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും ഇടണമെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസും ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.